രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസ്. കോടതി നിർദ്ദേശപ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് തെലങ്കാനയിൽ. ഡി രാജ, അനന്ത് ശർമ്മ, അജയ് മാക്കൻ എന്നിവർക്കെതിരെയും കേസ്. കനയ്യകുമാറും ഉമർ ഖാലിദും പ്രതികൾ. കേരള കോൺഗ്രസിലെ വിമതർ ഇടതുപക്ഷത്തേക്ക്. LDF 6 സീറ്റ് വാഗ്ദാനം ചെയ്തെന്ന് സൂചന. പുതിയ പാർട്ടി രൂപീകരിക്കണമെന്ന നിർദ്ദേശം. തൽക്കാലം മുന്നണി മാറ്റമില്ലെന്ന് PJ ജോസഫ്. വിമതർ വരുമ്പോൾ നോക്കാമെന്ന് പിണറായി വിജയൻ. DGP ജേക്കബ് തോമസിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ചീഫ് സെക്രട്ടറി. ശുപാർശ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അയച്ചു. നടപടി ഇരട്ട വേതനം കൈപ്പറ്റിയതിന്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശവുമായി മലങ്കര സഭ. സംവരണം നിഷേധിച്ച് നാടാർ ക്രിസ്ത്യാനികളെ വഞ്ചിച്ചെന്ന് ക്ലിമിസ് ബാവ. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് UDF-നെതിരെ പ്രചാരണം നടത്തുമെന്ന് VSDP. മദ്യത്തെ അനുകൂലിക്കുന്നവരെ തോൽപ്പിക്കണമെന്ന് ലത്തീൻ സഭാധ്യക്ഷൻ ബിഷപ്പ് സൂസെപാക്യം. കണ്ണൂർ വിമാനത്താവളത്തിൽ നാളെ പരീക്ഷണാർത്ഥം വിമാനമിറങ്ങും. പരിപാടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് CPM. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ രൂപരേഖ തയ്യാറായി. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി, സീതാറാം യെച്ചൂരി, അരവിന്ദ് കെജ്രിവാൾ, അനന്ത് ശർമ്മ, ഡി രാജ, അജയ് മാക്കൻ എന്നിവർക്കെതിരെയാണ് തെലങ്കാനയിലെ കോടതി രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. കോടതി നിർദ്ദേശപ്രകാരം പോലീസ് നേതാക്കൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. JNU സംഭവങ്ങളുടെ പേരിൽ അഭിഭാഷകനായ ജനാർദ്ദന ഗൌഡ് നൽകിയ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി TK ഹരീഷ് ഉണ്ട്. ഹരീഷ്, പ്രതിപക്ഷ നേതാക്കൾ JNU സംഭവത്തിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് പാർലമെന്റിൽ പ്രതികരിച്ചത്. JNU വിഷയത്തിൽ ഇടപെട്ടതിനും JNU-വിൽ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയതിനുമാണോ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത് തെലങ്കാനയിൽ? എന്താണ് വിശദാംശങ്ങൾ? ആരാണ് പരാതിക്കാരൻ? എന്താണ് കേസിന്റെ സ്വഭാവം? ഗോപി, തീർച്ചയായും JNU-വിൽ നടന്ന സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അസാധാരണമായ ഒരു നടപടിയിലൂടെ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവത്തിൽ തെലങ്കാനയിലെ സൈബറാബാദിലെ സരൂർ നഗർ പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് അവിടെ തെലങ്കാനയിലെ തന്നെ രംഗറെഡ്ഡി ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. രംഗറെഡ്ഡി ജില്ലാ കോടതിയിൽ ഒരു അഭിഭാഷകനായ ജനാർദ്ദൻ ഗൌഡ് സമർപ്പിച്ച ഹർജി കോടതി പരിഗണിച്ചാണ് ഇത്തരമൊരു നിർദ്ദേശം ഈ കോടതി നൽകിയത്. ഈ നേതാക്കൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124, 124A വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഫെബ്രുവരി 9 ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു സാംസ്കാരിക പരിപാടി നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി തേടിയിരുന്നു. അതിൽ തൂക്കിക്കൊലയ്ക്ക് വിധേയനാക്കപ്പെട്ട അഫ്സൽ ഗുരുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അധികൃതർ അതിന് അനുമതി നിഷേധിച്ചിരുന്നു. പക്ഷേ അനുമതി നിഷേധിച്ചിട്ടും വിദ്യാർത്ഥികൾ ആ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായി. ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള 1ഉം 2ഉം എതിർകക്ഷികൾ, അതായത് കനയ്യകുമാറും JNU-വിലെ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറും DSU നേതാവ് ഉമർ ഖാലിദുമാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകിയത്. ആ വിദ്യാർത്ഥികൾ ആ പരിപാടി സംഘടിപ്പിക്കുകയും അവിടെ അഫ്സൽ ഗുരു അനുകൂല മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ അനുകൂലവും ഇന്ത്യ വിരുദ്ധവുമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഈ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാൻ സിന്ദാബാദ്, ഇന്ത്യ ഗോബാക്, ഭാരത് കി ബർബാദി തക് ജംഗ് രഹേഗി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്നാണ് ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് തീർച്ചയായും ദേശദ്രോഹ നടപടികളാണ്. എന്നാൽ ഇവിടെയും അവസാനിച്ചില്ല. ഇതിനു പുറമെ ഫെബ്രുവരി 13 ഈ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള 3 മുതൽ 9 വരെ എതിർകക്ഷിക്കാർ, അതായത് സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഈ JNU ക്യാമ്പസിൽ എത്തുകയും ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതും രാജ്യദ്രോഹ പ്രവർത്തനമാണ്. ദേശദ്രോഹ പ്രവർത്തനം നടത്തിയവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതും രാജ്യദ്രോഹ കുറ്റത്തിൽ വരുന്നതാണ്. 4 പാർലമെന്റ് അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി, ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയ ജില്ലയിൽ
ഗോപി, ഈ വാർത്ത അല്പം മുമ്പ് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വരാറാവുന്നതേയുള്ളൂ. എന്തായാലും അല്പസമയത്തിനകം തന്നെ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഈ നേതാക്കളെല്ലാം തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇത് രാജ്യദ്രോഹ കുറ്റമല്ല, ഇന്ത്യ ബഹുസ്വരതയും അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവുമുള്ള രാജ്യമാണ്. ഇവിടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അംഗീകരിക്കപ്പെടണം. എന്നാൽ രാജ്യദ്രോഹം പരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിനെയോ മറ്റും അംഗീകരിക്കുന്നില്ല എന്നും ഈ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഈ കേസെടുത്തിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള തെളിവുകളുണ്ട് എന്ന് സർക്കാർ പറയുന്നത്, അതുപോലെ തന്നെ പോലീസ് പറയുന്നത് കെട്ടിച്ചമച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഹരീഷ്, ഒരു മിനിറ്റ്. MP രാജേഷ് MP ടെലിഫോൺ ലൈനിലുണ്ട് വിഷയത്തിൽ പ്രതികരിക്കാൻ. രാജേഷ്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A പ്രകാരം രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നു. സീതാറാം യെച്ചൂരി, D രാജ, രാഹുൽ ഗാന്ധി തുടങ്ങിയ 4 പാർലമെന്റ് അംഗങ്ങൾക്കും സംസ്ഥാന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനുമെതിരെ. എന്താണ് പ്രതികരണം? രാജേഷ്, MP രാജേഷ് MP താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? MP രാജേഷ് MP താങ്കൾ ടെലിഫോണിലുണ്ടോ? രാജേഷ്, താങ്കളുടെ പ്രതികരണം. 124A സെഡീഷൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നു. സീതാറാം യെച്ചൂരി, D രാജ ഉൾപ്പെടെയുള്ള 4 പാർലമെന്റ് അംഗങ്ങളും സംസ്ഥാന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനുമെതിരെ JNUവിലെ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയതിന്. ഇത് രാജ്യദ്രോഹ കുറ്റത്തെ എങ്ങനെയാണ് ദുരുപയോഗിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. JNU വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ അതെങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത്? കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന് മന്ത്രി വെങ്കയ്യ നായിഡുവിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു JNUവിലെ വിദ്യാർത്ഥികളെല്ലാം രാജ്യദ്രോഹികളല്ല എന്ന്. JNUവിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം അവിടെ പ്രതിഷേധത്തിലാണ്, ഒന്നടങ്കം. ആ പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹമാവുന്നത്? അങ്ങനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എതിരായിട്ട് ചുമത്തണ്ടേ? ഞാനും പിന്തുണച്ചിട്ടുള്ള ആളാണ്. പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക്, ഒരുപക്ഷെ BJPക്കാരല്ലാത്ത മറ്റെല്ലാവർക്കും എതിരായിട്ട് ചുമത്തേണ്ടി വരില്ലേ? അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് എത്ര പേർക്ക് എതിരായിട്ട് ചുമത്തേണ്ടി വരും? എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്നതിന്റെ തെളിവാണ്. സീതാറാം യെച്ചൂരി, D രാജ, അരവിന്ദ് കെജ്രിവാൾ, രാഹുൽ ഗാന്ധി 4 പേരും പ്രതിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അങ്ങനെ വന്നാൽ മോഡിക്കും കൂട്ടർക്കും ജയിലുകൾ മതിയാവില്ല. ഈ രാജ്യത്തെ മുഴുവൻ ഒരു ജയിലാക്കി മാറ്റേണ്ടി വരും. അറസ്റ്റ് ചെയ്യട്ടെ, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഞങ്ങളെല്ലാവരെയും ജയിലിലടക്കട്ടെ. ഒരു കാര്യം മോഡി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ രാജ്യദ്രോഹ കുറ്റം ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തി എതിർക്കുന്ന എല്ലാവരെയും, സീതാറാം യെച്ചൂരിയും മറ്റും കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി സർക്കാരിന് ഉത്തരം മുട്ടിക്കുന്ന തരത്തിൽ ഈ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുകയും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതാണല്ലോ അതിന്റെ പേരിലാണ് ഇങ്ങനെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, ജയിലിലടക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തെ ഇപ്പോഴുള്ള ജയിലുകളൊന്നും തികയാതെ വരും. കോടിക്കണക്കിന് ആളുകളെ കൊണ്ടുപോയി ജയിലിലടക്കേണ്ടി വരും. അടിയന്തരാവസ്ഥയുടെ കാലത്തെയാണ് നമ്മുടെ രാജ്യത്ത് കേൾക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ കാലത്ത് കേൾക്കുന്നു. ക്യാമ്പസുകളിൽ പട്ടാളത്തിന്റെ കുട്ടികൾക്ക് കീഴിൽ ഞെരിഞ്ഞമരുന്നു. രാജ്യം അങ്ങേയറ്റം അപകടകരമായിട്ട് ദിശയിലേക്കാണ് പോകുന്നത് എന്നതിന്റെ തെളിവാണ്. താങ്കളുടെ പ്രതികരണത്തിന് വളരെയധികം നന്ദി. ടോം വടക്കൻ, കോൺഗ്രസിന്റെ ടോം വടക്കൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടോം വടക്കൻ, രാഹുൽ ഗാന്ധിക്കെതിരെ, അനന്ത് ശർമ്മയ്ക്കെതിരെ എല്ലാം രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നു. ഇതൊക്കെ എന്തിന്റെ സൂചനയാണ്? ഇതൊക്കെ അൺഡിക്ലെയർഡ് എമർജൻസിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു പക്ഷേ ബഡ്ജറ്റിൽ പുതിയ ജയിലുകൾ പണിയാൻ രാജ്യമൊട്ടാകെ ജയിലുകൾ പണിയുടെ ഇൻവെസ്റ്റ്മെന്റും ചെയ്യേണ്ടി വരും. നാളത്തെ സുപ്രഭാതത്തിൽ ഇൻവെസ്റ്റ്മെന്റ് പോകാൻ പോകുന്നത് ജയിൽ കൺസ്ട്രക്ഷൻ ആയിരിക്കണം. കാരണം 80% ജയിലിലെ PDP വളണ്ടിയേഴ്സും സെപ്പറേറ്റിസ്റ്റ് ആൾക്കാരായിരിക്കും ഇതിൽ പെടാൻ പോകുന്നത്. ഈ സെഡിഷൻ ചാർജ് എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് സോലി സോലർജി ആയിട്ട് സംസാരിക്കുകയുണ്ടായി. അങ്ങേര് പറയുന്നത് ഇത് ഏത് നിയമത്തിലാണ് ഒരു സെഡിഷനായിട്ട് ഇത് കാണുന്നത്? ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ സെഡിഷൻ ലോസിനെ തന്നെ രാജ്യം ചാലഞ്ച് ചെയ്യും. പക്ഷെ സെഡിഷൻ ലോ കോൺസ്റ്റിറ്റ്യൂഷനിൽ കിടക്കുന്നതും IPCയുടെ ഭാഗമായി കിടക്കുന്നത് തെറ്റല്ല. പക്ഷെ എങ്കിലും ഈ മിസ്യൂസ് ആണ്. അരുൺ ജെയ്റ്റ്ലിയും സെഡിഷൻ ചാർജസിൽ ഇപ്പോ UPയിലെ കോർട്ടിൽ കേസ് വന്നിരുന്നു, തള്ളിക്കളഞ്ഞു. പക്ഷെ ഇതൊക്കെ കംപ്ലീറ്റ് ഒപ്പോസിഷനെ
സെഡിഷൻ ചാർജിൽ ജയിലിലേക്ക് എന്ന് പറഞ്ഞാൽ കാണാത്തൊരു കാഴ്ചയാണ്. തീർച്ചയായും ഇത് അൺഡിക്ലെയർഡ് എമർജൻസി ആയിട്ട് ഞാൻ ടോം വടക്കൻ, ഇത്തരം ഒരു സാഹചര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയമായി ഇതിനെ എങ്ങനെ നേരിടാൻ പോകുന്നു? നാളെ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിട്ട് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് പാർലമെന്റിൽ കാണാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇത് ഡെമോക്രാറ്റിക് രാജ്യമാണ്, ഫാസിസ്റ്റ് രാജ്യമൊന്നുമല്ല. എന്ത് തോന്നിവാസം കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് സെഡിഷൻ ലോസ് ആരുടെ എതിരും ഉപയോഗിക്കാം എന്നുള്ള തെറ്റിദ്ധാരണ ഇവർക്കുണ്ടെങ്കിൽ ജനങ്ങളിത് കാണുന്നു, ജനങ്ങളുടെ കോർട്ടിൽ തീരുമാനം വരും. റൈറ്റ് ശ്രീ ടോം വടക്കൻ, താങ്കൾക്ക് ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ താങ്കളുടെ പാർട്ടി മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ ടോം വടക്കനൊപ്പം തന്നെ MP രാജേഷ് MP ഈ സുപ്രധാന വാർത്തയോട് പ്രതികരിച്ചതിന്. കാത്തിരിപ്പിനൊടുവിൽ നാളെ കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങും. ബാംഗ്ലൂരിൽ നിന്നെത്തുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഡോണിയർ വിമാനമാണ് രാവിലെ 9-നും 9:30-ക്കും ഇടയിൽ കണ്ണൂരിൽ പറന്നിറങ്ങുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരീക്ഷണ പറക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. എന്നാൽ പണി പകുതി പോലും പൂർത്തിയാകാതെ പരീക്ഷണ പറക്കൽ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് LDF ആരോപിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് നാളെ കണ്ണൂരിൽ വിമാനമിറങ്ങും. നിർമ്മാണം പൂർത്തിയായ 2400 മീറ്റർ റൺവേയിൽ 1500 മീറ്റർ ഭാഗത്താണ് വിമാനം പറന്നിറങ്ങുക. സിഗ്നൽ റഡാർ സംവിധാനങ്ങളില്ലാത്തതിനാൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാവും വിമാനത്തിന് സിഗ്നൽ നിർദ്ദേശങ്ങൾ ലഭിക്കുക. പിന്നെ ഫെബ്രുവരി 29-ാം തീയതിയാണ് അതിന്റെ ചടങ്ങ് നടക്കുക. പരീക്ഷണ പറക്കൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. എയർ ട്രാഫിക് കൺട്രോൾ റൂം, ടെർമിനൽ, ഫ്ലൈ ഓവർ, എയർപോർട്ടിലേക്കുള്ള റോഡുകൾ തുടങ്ങിയവയുടെ ജോലികൾ പൂർത്തിയാക്കിയിട്ടില്ല. റൺവേ നിർമ്മാണവും പാതി വഴിയിലാണ്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന നിലയിൽ ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്, ജനങ്ങളെ വഞ്ചിക്കലാണ്. വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടത്തിൽ 3050 മീറ്ററാണ് റൺവേയുടെ നീളം. രണ്ടാം ഘട്ടത്തിൽ 3400-ഉം മൂന്നാം ഘട്ടത്തിൽ 4000 മീറ്ററുമാക്കി റൺവേ ഉയർത്തും. ഇതോടെ ഏറ്റവും കൂടുതൽ റൺവേയുള്ള ഇന്ത്യയിലെ 4ാമത്തെ വിമാനത്താവളമാക്കി കണ്ണൂരിനെ മാറ്റാനാകുമെന്ന പ്രതീക്ഷയിലാണ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള കിയാൽ അധികൃതർ. കണ്ണൂരിൽ വിമാനമിറങ്ങുന്നതോടെ ഒപ്പം ചിറകുമുളയ്ക്കുന്നത് വടക്കൻ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ കൂടിയാണ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേയിൽ നിന്നും ക്യാമറമാൻ ഷിജിത് കണ്ണോമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ. ഈ വിഷയം ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ എഡിഷനിൽ ഇന്ന് എന്റെ അതിഥികളായി എത്തിയിട്ടുള്ളത് ജോസഫ് വാഴക്കൻ MLA മൂവാറ്റുപുഴയിൽ. അദ്ദേഹമുണ്ട്. തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ CPM-ന്റെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരത്ത്, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ KN ഹരിലാൽ തിരുവനന്തപുരത്ത്, വെൽഫെയർ പാർട്ടിയുടെ PBM ഫർമീസ് കണ്ണൂർ സ്റ്റുഡിയോയിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന് നിൽക്കുന്നു. നിങ്ങളുടെ സർക്കാർ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ടുവരുന്ന പദ്ധതികൾ ഒന്നൊന്നായി ഉദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം പാലിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥമായി മുന്നേറിയിട്ടുണ്ട്? കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികളായി നമ്മൾ വർഷങ്ങളായി കൊണ്ടു നടന്നിട്ടുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കാനും പലതും പകുതി കഴിയാനും പലതും അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിക്കാനും ചിലത് കമ്മീഷൻ ചെയ്യാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ഓരോ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഭൂമി ഏറ്റെടുക്കുന്നത് മുതലുള്ള ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകാവുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളെയൊക്കെ വളരെ വിദഗ്ധമായി തന്നെ അതിജീവിച്ച് ഇന്നിപ്പോൾ നമ്മുടെ സ്വപ്ന പദ്ധതികൾ, ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട്, ഇപ്പോൾ ഇവിടെ പറഞ്ഞു അതിൻ്റെ ടെർമിനൽ പൂർത്തിയായിട്ടുള്ള, റോഡ് പൂർത്തിയായിട്ടുള്ള, തീർച്ചയായും ശരിയാ, ഇതൊന്നും നമ്മൾ പെട്ടെന്ന് പൂർത്തിയായി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനിയുണ്ട് 2-3 മാസം കൂടി എടുക്കേണ്ടി വരും, അല്ല 4-5 മാസം കൂടി എടുത്ത് അതിന് പൂർണ്ണ രൂപത്തിലെത്താൻ. പക്ഷേ അതിൻ്റെ റൺവേ പൂർത്തിയാകുകയും കംപ്ലീറ്റ്, അല്ലെങ്കിൽ റൺവേയിൽ വിമാനം ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉള്ളത് കൊണ്ടാണല്ലോ വിമാനം ഇറങ്ങുന്നത്. ഒരു ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ചു. ആ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ അതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പുരോഗതി അത് ഒരുപക്ഷെ ജനങ്ങളെ അറിയിക്കാനാവാം, ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാകാം, അത് എവിടം വരെ ആയി എന്നുമുള്ള ഒരു ധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ആ ഗവൺമെൻറ് ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം പണിയെടുക്കാതെ മറ്റാരെങ്കിലും പണിയെടുത്തതായിരുന്നുവെങ്കിൽ കൊള്ളാം. അത് ഈ ഗവൺമെൻറ്റിൻ്റെ കഠിനാധ്വാനമാണ്. ഇപ്പോൾ കൊച്ചി മെട്രോയിൽ പൂർത്തിയാക്കി അത്രയും ഭാഗത്ത് ട്രെയിൻ ഓടുമ്പോൾ അതിൻ്റെ ആനന്ദം ഞങ്ങൾ ഈ ഗവൺമെൻറ്റിന് മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനുണ്ട്. കഴിഞ്ഞ 2-2.5 വർഷമായി നടക്കുന്ന വലിയൊരു കഠിനാധ്വാനം, ആ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു.
അപ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസമാണ്, ഇതാ അതിൽ ട്രെയിൻ അവിടെ നമുക്ക് നമ്മുടെ മെട്രോ ഓടാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള പണി ഏകദേശമൊക്കെ അതിവേഗത്തിൽ നടക്കുന്നു, അതിൻ്റെ പരീക്ഷണമായിട്ട് ഒരു പ്രത്യേക ദൂരം വരെയെങ്കിലും ഓടാൻ കഴിഞ്ഞിരിക്കുന്നു. അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതിന് എന്താ പ്രശ്നം? ഇപ്പോൾ കണ്ണൂർ, ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ പിന്നെ നമ്മുടെ വിഴിഞ്ഞത്തെ പോർട്ട്, വിഴിഞ്ഞം പോർട്ടിൻ്റെ എത്ര വേഗത്തിലാണ് പണി നടക്കുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി, ഇതൊക്കെ ഇവർ പറയുന്നു. ഇപ്പോൾ പറയുമ്പോൾ ഓരോ ന്യായങ്ങൾ പറയും. ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന എത്ര പ്രോജക്റ്റുകൾ തുടങ്ങാൻ കഴിഞ്ഞു? നമ്മുടെ ഡ്രീം പ്രോജക്റ്റുകൾ. ഒരുപക്ഷെ നമ്മുടെ എളമരം കരിയുമൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും AKRന്റെയും ഒക്കെ സഹായത്തോടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കേരള സംസ്ഥാന ഗവൺമെൻറ്റുമായി ചേർന്ന് ചില പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഏത് വകുപ്പിൽ ഏത് കാര്യങ്ങൾ, നമ്മുടെ സ്വപ്ന പദ്ധതികൾ ഏത് കൊണ്ടുവരാൻ കഴിഞ്ഞു? ഇത് മാത്രമാണോ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്? ഇത് ഈ വലിയ വികസനം മാത്രമാണ്. റോഡുകൾ, പാലങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികൾ, ചികിത്സാ ധനസഹായ പദ്ധതികൾ. ചികിത്സാ ധനസഹായം എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ഇതുപോലൊരു ചികിത്സാ ധനസഹായ പദ്ധതികൾ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഏത് രോഗം വരുന്നവർക്കും ഏത് പാവപ്പെട്ട ആളുകൾക്കും അവർക്കിഷ്ടമുള്ള ഡോക്ടറെ കാണാൻ ഒരു ആത്മവിശ്വാസം അവനുണ്ടായിരിക്കുന്നു. അവനെ സഹായിക്കാൻ ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ട്, അവനെ നോക്കാൻ ഒരു രക്ഷകർത്താവ് ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇനി ഞാൻ താങ്കളുടെ ഭാഗത്തെ കാര്യമായി വിശദീകരിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ ബോധ്യം. ഞാൻ ഇടപെടുകയാണ്. ശ്രീ ആനത്തല വട്ടമാനന്ദൻ, വികസനത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും കാര്യത്തിൽ സമാനതകളില്ലാത്ത നേട്ടം കൈവരിക്കാൻ ഈ 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞു എന്നാണ് ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന UDF സർക്കാർ അവരുടെ ഭരണ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന അവകാശവാദം. അതിൻ്റെ ഭാഗമായി വിഴിഞ്ഞം തുറമുഖ പദ്ധതി, കൊച്ചി സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, ലൈറ്റ് മെട്രോ തുടങ്ങിയ ഒട്ടേറെ വൻകിട പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനായി എന്നവർ ജനങ്ങളോട് പറയുന്നു. ഇത് പൊള്ളയാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നത്, നിങ്ങൾ എതിർക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ പദ്ധതികളോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? എവിടെയാണ് ഇതിലെ രാഷ്ട്രീയ തട്ടിപ്പ് നിങ്ങൾ പറയുന്നത്? ഗവൺമെൻറ്റുകളൊരു തുടർച്ചയാണ്. രാജ്യത്തുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ ഓരോ ഗവൺമെൻറ്റുകളും മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഏറ്റെടുക്കും. പക്ഷേ ഇവിടെ എൻ്റെ സ്നേഹിതൻ ജോസഫ് വാഴക്കൻ പറഞ്ഞ 2-3 പദ്ധതികളുണ്ട്. വിഴിഞ്ഞം, സ്മാർട്ട് സിറ്റി, കണ്ണൂർ വിമാനത്താവളം. ഇതിലൊക്കെ ഇവർക്കുള്ള പങ്കെന്താ? വൈകിപ്പിച്ച പങ്കല്ലാതെ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, എല്ലാം ഞമ്മൻ്റേതാണെന്ന് പറയുന്ന കഥാപാത്രം. കണ്ണൂരിലെ എയർപോർട്ടിന് വേണ്ടിയിട്ട് ആരാ തുടക്കം കുറിച്ചത്? 2000 ഏക്കർ സ്ഥലം ഈ എയർപോർട്ടിന് വേണ്ടി എടുത്തത്. നമ്മുടെ സംസ്ഥാനത്ത് സ്ഥലമെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ അറിയാമല്ലോ. അതിശക്തിയ എതിർപ്പുണ്ടാവും. ആ എതിർപ്പില്ലാതെ 2000 ഏക്കർ സ്ഥലമെടുത്ത് എയർപോർട്ടിൻ്റെ പണി തുടങ്ങിയത് VS അച്യുതാനന്ദൻ്റെ കാലത്തല്ലേ? എന്താ അത് മറന്നു പോണത്? ഒരു മിനിറ്റ് ശ്രീ ജോസഫ് വാഴക്കൻ, അത് ശരിയല്ലേ? 2000 ഏക്കർ സ്ഥലം കണ്ണൂർ വിമാനത്താവളത്തിൽ 1200 ഏക്കർ ഭൂമി ഏറ്റെടുക്കൽ, ലാൻഡ് അക്വിസിഷൻ നടത്തിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തല്ലേ? അല്ല, അതിന് പൂർണ്ണമായിട്ടുള്ളതല്ല. ലാൻഡ് അക്വിസിഷൻ തുടങ്ങി വെച്ചു എന്നുള്ളത് സത്യമാണ്. അല്ല, 1200 ഏക്കർ അത് പൂർത്തിയാക്കുകയും അതിന്റെ ബാക്കി ഭാഗം എടുത്തിട്ടുണ്ടല്ലോ ഈ ഗവൺമെൻറ് എടുത്ത് ഇതിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കമ്പനികളുമായി എഗ്രിമെൻറ്റിലെത്തി ആ പദ്ധതിയുടെ ഇത്രയും വേഗത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടേതാണ് മാത്രം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആരും ഒന്നും സഹായിച്ചിട്ടില്ല എന്നുള്ള വളരെ നിരർത്ഥകമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചുകൊണ്ടുള്ള ഓരോരുത്തരും അവർ ചെയ്തിട്ടുള്ള ഈ പദ്ധതികളുടെ കാര്യത്തിൽ ഒരിടത്തും നിങ്ങൾ കഴിഞ്ഞ സർക്കാർ ഇതിന്റെ ഭാഗമായിരുന്നുവെന്നോ കഴിഞ്ഞ സർക്കാർ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കാര്യത്തിൽ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതിലെ ഫീസിബിലിറ്റി സ്റ്റഡി, അതിനുശേഷം തയ്യാറാക്കേണ്ട DPR, അതിനുശേഷം മാസ്റ്റർ പ്ലാൻ, ഇങ്ങനെയാണ് ഒരു പദ്ധതി. ഇതിപ്പോൾ ഹരിത ട്രൈബ്യൂണൽ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരുപക്ഷെ ഈ പദ്ധതി തന്നെ സ്റ്റാൾ ചെയ്യപ്പെടാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്. കാരണം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കരാറുകാർ നടത്തിയ മറ്റൊരു തുറമുഖ പദ്ധതിയുടെ മേൽ പിഴ ചുമത്തിയിട്ടുണ്ട് കോടതി.
വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ആകെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള 1 കിലോമീറ്റർ റോഡ് മാത്രമാണ്. 1 കിലോമീറ്റർ റോഡ് ആ പദ്ധതി ഏരിയയിലേക്കുള്ള. ബാക്കിയുള്ള പദ്ധതിയുടെ നിർണായകമായ മുഴുവൻ കാര്യങ്ങളും ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. അവസാനമുണ്ടായിരിക്കുന്ന ധാരണയും എഗ്രിമെൻറ്റും, ഈ ധാരണയും ചർച്ചയും എത്ര കാലമായി തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തിയിരുന്നോ? ആരെങ്കിലുമായ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിരുന്നോ? ഈ കണ്ണൂർ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്നു കണ്ണൂർ എയർപോർട്ടിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് ഇത് ഇത്രയും സ്പീഡിൽ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. ശരി, താങ്കൾ ബാക്കി കാര്യങ്ങൾ കാര്യത്തിൽ നിങ്ങള് ഗോപികൃഷ്ണൻ ആവശ്യം പോലെ സമയം കൊടുത്താണ് ജോസഫ് വാഴിക്കൻ ആദ്യം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച്. അതിനുശേഷം എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറയുമ്പോഴത്തേക്ക് അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു വിഷയം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ മാറ്റിയതല്ല. ഞാൻ അതിൽ ആ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞത് ശരിയല്ലേ എന്ന് ജോസഫ് വാഴിക്കനോട് പോയതാണ്. താങ്കൾ ക്ഷമിക്കും, താങ്കൾ ബാക്കി കാര്യങ്ങൾ പറയും. ശരി. അല്ല, അപ്പോ ഞാൻ പറയട്ടെ, ഈ ആകാശത്ത് വിമാനത്താവളം ഉണ്ടാക്കാനൊക്കെ ഭൂമിയിലല്ലേ ഉണ്ടാക്കാനൊക്കെ. ആ ഭൂമിയിൽ വിമാനത്താവളം ഉണ്ടാക്കുന്നതിൽ ഈ ഗോപികൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് തന്നെ 1200 ഏക്കർ സ്ഥലം എടുത്ത് 2000 ഏക്കർ എടുക്കേണ്ടിയിരുന്ന 1200 എടുത്ത് അതെടുത്തത് LDF ഗവൺമെൻറ്റാണ് എന്ന് സമ്മതിക്കാനെങ്കിലും തയ്യാറാകണ്ടേ? കേന്ദ്രമന്ത്രി ജോസഫ് വാഴിക്കൻ്റെ UPA ഗവൺമെൻറ്റിലെ കേന്ദ്രമന്ത്രി വന്നല്ലേ അന്നതിൻ്റെ തറക്കല്ലിട്ടത്, അന്നല്ലേ ഇത് തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങളെന്തോ മഹാ അത്ഭുതം കാണിച്ചത്. പിന്നെ തുടങ്ങിയതിനെ പൂർത്തിയാക്കാനുള്ള ബാധ്യത മാറി വരുന്ന ഗവൺമെൻറ്റിനുള്ളതാണ്. ആ പൂർത്തിയാക്കുന്നതിന് 5 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു വിമാനം കൊണ്ട് അവിടെ വിമാനം ഇറക്കി എന്ന് പറഞ്ഞ് പ്രചരണം നടത്താനുള്ളത് ആ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ച. 2, വിഴിഞ്ഞം ഹാർബറിൽ ഇപ്പോൾ ജോസഫ് വാഴിക്കൻ പറഞ്ഞ് അവിടെ 1 കിലോമീറ്റർ റോഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളതെന്ന്. ആ വിഴിഞ്ഞം ഹാർബറിന് ആവശ്യമായ മുഴുവൻ ഭൂമി എടുത്തതാരാ? കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അല്ലേ? അവിടെ റെയിൽവേ ലൈൻ ഇട്ടതാരാ? ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അല്ലേ? ആവശ്യമായ റോഡ് ഉണ്ടാക്കിയതാരാ? ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അല്ലേ? വാട്ടർ സപ്ലൈ സൗകര്യങ്ങൾ ഉണ്ടാക്കിയ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അല്ലേ? അന്ന് വർക്ക് ടെൻഡർ ചെയ്തു, തുറമുഖം ഒരു കോൺട്രാക്ട് കമ്പനി എടുത്തു, സൂൺ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി. ആ കമ്പനി എടുത്ത് അനുമതിക്ക് പോയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ ശ്രീ ഉമ്മൻചാണ്ടി അല്ലേ പോയി അനുമതി കൊടുക്കരുത്, അവർ ചൈനീസ് കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്തൊരു കമ്പനിയാണ്, നമ്മുടെ സീക്രസിയൊക്കെ ചോർത്തിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞ് അനുമതി കൊടുക്കാതിരുന്നതിൻ്റെ ഫലമായിട്ടല്ലേ അന്ന് ആ തുറമുഖത്തിൻ്റെ പണി തുടങ്ങാൻ കഴിയാതിരുന്നത്? അന്ന് തുടങ്ങിയിരുന്നേ ഈ തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമാകുമായിരുന്നു. അതെ, സൂൺ ഡെവലപ്പേഴ്സ് അന്ന് തുടങ്ങിയിരുന്നെങ്കിൽ എന്നേ ഇത് യാഥാർത്ഥ്യമാണ്. ആന്ധ്രയിലെ ഒരു കമ്പനിയല്ലേ സൂൺ ഡെവലപ്പേഴ്സ്? അവർ കോൺഗ്രസ് MP-യുടെ നേതൃത്വമുള്ള ഒരു കമ്പനിയല്ലേ? നിങ്ങളുടെ എത്ര ദുഷ്ടബുദ്ധിയാണ് കേരളത്തിൽ ഈ തുറമുഖം ഇപ്പോൾ വന്നുകൂടാ? എന്നിട്ട് ഇന്നിപ്പോൾ നിങ്ങൾ എന്തേ ചെയ്തിരിക്കുന്നത്? ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറുണ്ടാക്കുന്ന പണി വേഗത്തിൽ നടക്കുമെന്ന് പറയുക. 7,000 പരം കോടി രൂപയുടെ മുതൽ മുടക്കിൽ ആ പണി ഈ തുക വർദ്ധിച്ചു. അതിൽ 2,400 കോടി രൂപ മാത്രമാണ് ഈ അദാനി എന്ന് പറഞ്ഞ ആൾ മുടക്കുന്നത്. ബാക്കി മുഴുവൻ കേരളം മുടക്കുന്നതാണ്. പണി പൂർത്തിയായി കഴിഞ്ഞാൽ 60 വർഷം വരെ വരുമാനത്തിന് 1% മാത്രം കേരളത്തിന്, 99% അദാനിക്ക്. കേരളത്തിൻ്റെ തുറമുഖമായിരുന്നു വിഴിഞ്ഞം. അതിപ്പോൾ വിഴിഞ്ഞം അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡായി. ആ കമ്പനിയുമായിട്ടാണ് ഇവിടുത്തെ തുറമുഖ വകുപ്പ് സെക്രട്ടറി കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. നമ്മുടെ തുറമുഖം അദാനിയുടേതായി, വരുമാനം മുഴുവൻ അയാൾ കൊണ്ടുപോകും. ഈ നാണം കെട്ട കരാറുണ്ടാക്കി. ഞങ്ങളതിനിപ്പോൾ എതിർക്കുന്നില്ല. എങ്കിൽ തുറമുഖത്ത് നിങ്ങൾ എതിർക്കാൻ നിങ്ങൾ പ്രചാരവേല നടത്തിക്കോ. പക്ഷേ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളോട് ഈ വസ്തുത പറയേണ്ട ഉത്തരവാദിത്വം. വിറ്റ് കാശാക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതല്ലേ ഈ വിഴിഞ്ഞ ഹാർബറിൽ എന്താ സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു കരാർ ഒപ്പുവെച്ചല്ലോ. ആ കരാർ കേരളത്തിൻ്റെ താല്പര്യത്തിന് സഹായകമായിരുന്നോ? ആ കരാർ അനുസരിച്ച് എറണാകുളത്തോ തൃശ്ശൂരോ കോട്ടയത്തോ വേറെ IT സ്ഥാപനം ഉണ്ടാകാൻ പാടില്ല. ടീകോം കമ്പനി ഈ സ്മാർട്ട് സിറ്റി മാത്രമേ അവിടെ പാടുള്ളൂ എന്നുള്ള കരാർ സമ്മതിച്ചൊരു ഗവൺമെൻറ് അല്ലേ ശ്രീ വാഴിക്കൻ്റെ ഗവൺമെൻറ്? എന്നിട്ട് അവിടെ 33,000 ആളുകൾക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആണ് നിങ്ങൾ ആ കരാർ ഒപ്പുവെച്ചത്. അതിനും പുറമേ തന്നെ ഇൻഫോ പാർക്ക് സർക്കാരിൻ്റെ അധീനതയിലുള്ള 24,000 പേർ പണിയെടുക്കുന്ന സ്ഥാപനം കൂടി കൊടുത്തുകൊള്ളാം, ടീകോം കമ്പനി കൊടുക്കാന്ന് പറഞ്ഞ് കരാർ ഒപ്പുവെച്ച മുഖ്യമന്ത്രി ആയിരുന്നില്ലേ ശ്രീ ഉമ്മൻചാണ്ടി? സാമ്പത്തികകാര്യ വിദഗ്ധൻ ശ്രീ KN ഹരിലാൽ ഉണ്ട്. ശ്രീ KN ഹരിലാൽ, ഇവിടെ പെട്ടെന്ന് നടപ്പാക്കേണ്ട ചില പദ്ധതികൾ, ദീർഘകാലാടിസ്ഥാനത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടി നടപ്പാക്കപ്പെടേണ്ട പദ്ധതികൾ, അങ്ങനെ ഒരു വിഷൻ 2030 മുന്നോട്ട് വെച്ചിരുന്നു ഉമ്മൻചാണ്ടി അധികാരത്തിലെത്തിയപ്പോൾ. നമ്മൾ അവരുടെ വികസനത്തിന്റെ പ്രൊജക്ടുകൾ, പ്രധാനപ്പെട്ട പ്രൊജക്ടുകളായി മുന്നോട്ട് വെച്ചിട്ടുള്ളവയിൽ ഇപ്പോൾ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ
കൊച്ചി മെട്രോ അതിന്റെ തുടക്കത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ താങ്കൾക്കറിയാമല്ലോ. DMRCക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ഒടുവിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി DMRCയിലേക്ക് തന്നെ വന്ന സാഹചര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വൈറ്റില മുതൽ പേട്ട വരെയുള്ള ഒരു സ്ട്രെച്ചിന് അവിടെ മെട്രോ നടത്താൻ വേണ്ടി സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയും, എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ഏതാണ്ട് 500 കോടി രൂപ വാങ്ങേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. താങ്കൾക്ക് ഓർമ്മയുണ്ടാകും ശ്രീ KN ഹരിലാൽ, കഴിഞ്ഞ ബജറ്റ് സമയത്ത് മെഗാ പ്രൊജക്ടുകൾക്ക് വേണ്ടി 2000-ന്റെ ഒരു കോർപ്പസ് ഫണ്ട് സർക്കാർ ഉണ്ടാക്കുമെന്നും അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും 15,000 കോടി അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നും ബോണ്ടുകൾ വഴി സ്വരൂപിക്കുമെന്നും അതിനായി ഒരു കൺസൾട്ടിംഗ് ഏജൻസിയെ നിയമിക്കുമെന്നും സർക്കാർ പറഞ്ഞത്. ഇത്തരം മെഗാ പ്രോജക്റ്റുകൾക്കൊക്കെ ഉള്ള പണം ഈ സർക്കാരിന്റെ കയ്യിലുണ്ടോ? ഇനി കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നും 15,000 കോടി സ്വരൂപിക്കാൻ പോകുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു നടപടി കഴിഞ്ഞ ബജറ്റിൽ വാഗ്ദാനം ചെയ്തതുപോലെ നടപ്പാക്കിയിട്ടുണ്ടോ? എന്താകും ഈ മെഗാ പ്രൊജക്ടുകളുടെ ഭാവി? അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സംസ്ഥാനത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും ഗുണകരമാകുന്ന തരത്തിലാണോ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശ്രീ KN ഹരിലാൽ. ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ധനകാര്യ പ്രതിസന്ധിയിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് നികുതി പിരിവ് ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പദ്ധതി പണികളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഈ വർഷം ധനകാര്യ വർഷം തീരാറായിട്ട് 40-45% പദ്ധതി ചെലവുകൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രഖ്യാപനങ്ങൾ വരുന്നതല്ലാതെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ധനകാര്യസ്ഥിതി, വികസന രംഗത്തെ മരവിപ്പ് മറച്ചു പിടിക്കാനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുനിന്ന് തന്നെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും. ഇപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ ഈ കൊച്ചി മെട്രോയുടെ കാര്യം. കൊച്ചി മെട്രോയുടെ ആദ്യകാലം മുതൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഈ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സംയുക്തമായി അത് ഏറ്റെടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇടതുമുന്നണി ഗവൺമെൻറ് വെക്കുകയും അതിന് കേന്ദ്ര ഗവൺമെൻറ് എതിരായിരുന്നു. പക്ഷേ ആസൂത്രണ കമ്മീഷനെ കൊണ്ട് ആ കാലത്ത് തുടർച്ചയായുള്ള ഇടപെടലിലൂടെ അംഗീകരിച്ചതാണ്. പക്ഷേ അവസാനം വീണ്ടും ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ടാണ് അന്ന് അത് PPP മോഡലിലേക്ക് മാറണമെന്ന് പറഞ്ഞ് ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തത്. അതല്ലെങ്കിൽ എന്നെ കൊച്ചിയിലെ മെട്രോ പൂർത്തിയായനെ. അവസാനം എന്താണ് സംഭവിച്ചത്? ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചേർന്ന് ഇത് നടത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നു. PPP മോഡൽ മാറ്റേണ്ടതായിട്ട് വന്നു. ഇടതുപക്ഷ ഗവൺമെൻറ് വെച്ച മോഡൽ തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ടും ഈ DMRCയെയും ശ്രീധരനെയും ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, ഈ അദാനിക്ക് കച്ചവടം ചെയ്തതുപോലെ ഈ കൊച്ചി മെട്രോ കച്ചവടം നടത്താനുള്ള, റിയൽ എസ്റ്റേറ്റ് കച്ചവടമാക്കാനുള്ള ശ്രമം, അതിനെതിരായിട്ട് കൊച്ചി നിവാസികൾ, കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എത്ര എത്ര ശ്രദ്ധയോടുകൂടി അതിനെ റെസിസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ കൊച്ചി മെട്രോ ഇന്നത്തെ നിലയിലേക്ക് വരുന്നത്. അതിന് എന്തെങ്കിലും ആർക്കെങ്കിലും അഭിമാനിക്കാൻ വകയുണ്ടെങ്കിൽ കൊച്ചി നിവാസികൾക്ക്, അതുപോലെ മാധ്യമപ്രവർത്തകരുടെയും പ്രതിപക്ഷത്തിൻ്റെയും നിതാന്തമായ ജാഗ്രതയ്ക്കാണ് യഥാർത്ഥത്തിൽ അവാർഡ് കൊടുക്കേണ്ടത്. ജോസഫ് വാഴക്കനെ പോലെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഈ ഉമ്മൻചാണ്ടിക്ക് ഈ കാര്യങ്ങളിൽ പിന്തുണ കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ വരാൻ താങ്കളിലേക്ക്. ശ്രീ PBM ഫർമീസ്, നമുക്ക് മുന്നിൽ ടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് കാണാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു ലോകത്തിന്റെ IT ഹബ്ബായി കൊച്ചി മാറിയിരിക്കുന്നു. കൊച്ചി മെട്രോ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു, അതിന്റെ പരീക്ഷണോട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഏതായാലും അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നായാലും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പുഷ് ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളം, വിമാനം പറക്കും എന്നാണ് പറഞ്ഞത്, വിമാനം ഇറങ്ങി തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഏതായാലും പരീക്ഷണ പറക്കൽ നടക്കാൻ പോകുന്നു നാളെ. ഈ വികസന പദ്ധതികൾ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള, നമുക്ക് കാണാൻ കഴിയുന്ന ഇത്തരം വികസന പദ്ധതികൾ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും ഗുണകരമാകുന്ന തരത്തിലേക്ക് ഇത് മുന്നോട്ട് വന്നിട്ടുണ്ടോ? അതല്ല ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണിൽ പൊടിയിടുന്നതാണ് എന്നാണോ താങ്കളുടെ അഭിപ്രായം? യഥാർത്ഥത്തിൽ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെ UDF ഗവൺമെൻറ് അവരുടെ ഭരണ നേട്ടമായി മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതിയും അതിൻ്റെ യഥാർത്ഥ ഉപയുക്തത പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ മാറിയിട്ടില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അത് സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ വിഷയത്തിൽ നമ്മളെല്ലാവരും ഇനിയും പണിതീരാത്ത പാലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കണ്ണൂർ എയർപോർട്ട് ഞാൻ ഇന്ന് നേരിട്ട് സന്ദർശിച്ച സ്ഥലമാണ്.
ഏതാണ്ട് റൺവേയുടെ 20% റൺവേ വികസനം തന്നെ, റൺവേ പൂർത്തിയായി എന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. റൺവേ പൂർത്തിയായിട്ടില്ല. 20% റൺവേ പൂർത്തിയാകാനുണ്ട്. അതിന് പുറമെ അതിൻ്റെ ടെർമിനൽ 50% വർക്ക് ടെർമിനലിൽ തീരാനുണ്ട്. അവിടത്തേക്കുള്ള അപ്രോച്ച് റോഡുകൾ, കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെയുള്ള ജില്ലയുടെ ഒരു ഭാഗത്തു നിന്നുള്ള അപ്രോച്ച് റോഡുകളുടെയും വർക്ക്, അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കൽ പോലും നിലവിൽ യഥാർത്ഥത്തിൽ ആരംഭിച്ചിട്ടില്ല. 6 അപ്രോച്ച് റോഡുകൾ, 6 മുഖ്യ റോഡുകൾ 4 വരി പാതയാക്കി വികസിപ്പിച്ചുകൊണ്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കുമെന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ UDF സർക്കാർ തന്നെ പ്രഖ്യാപിച്ചത്. അതുപോലും യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇലക്ഷൻ ഗിമ്മിക്കിനപ്പുറത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആത്മാർത്ഥതയുള്ള ഒരു നിലപാടും ഒരു ഇടപെടലുകളും യഥാർത്ഥത്തിൽ സർക്കാരിന് നടത്താൻ സാധിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പലപ്പോഴും ഈ ചർച്ചയുടെ ഒരു പരിമിതി എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതൊക്കെ ഭൗതിക സംവിധാനത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ്. എല്ലാം ആ അർത്ഥത്തിൽ വികസന പദ്ധതികൾ എന്ന നിലയിൽ മുഖ്യമായ പദ്ധതികൾ തന്നെയാണ്. പക്ഷെ ഭൗതിക സംവിധാനങ്ങളെക്കുറിച്ചാണ്. അതിനപ്പുറത്ത് കേരളത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും നമ്മൾ ഈ അർത്ഥത്തിൽ തന്നെ ഗൗരവത്തിൽ ചർച്ച ചെയ്യണം. ഈ സർക്കാർ ഏറ്റവും വലിയ ഭരണ നേട്ടമായി ഇപ്പോഴും, ഇപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന ആളാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ വികസന നേട്ടം പറയുന്നിടത്ത് ആവർത്തിച്ച് അവർ പറയുന്നത് കണ്ണൂർ ഇന്ത്യയിൽ ആദ്യത്തെ ഭൂരഹിതരില്ലാത്ത ജില്ലയാണെന്നാണ്. ഈ സർക്കാരിന് തന്നെ വലിയൊരു എസ്റ്റീം പ്രൊജക്റ്റ് ആയിരുന്നല്ലോ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി. എന്താണ് ആ പദ്ധതിയുടെ അവസ്ഥ? കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ഭൂമിയില്ലാത്തവരുടെ യഥാർത്ഥത്തിൽ അവസ്ഥ ഉമ്മൻചാണ്ടിക്ക് സത്യസന്ധമായി പറയാൻ പറ്റുമോ? 3.5 ലക്ഷം അപേക്ഷകർ കൊടുത്ത ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ ഈ സർക്കാർ ഇതുവരെ വിതരണം ചെയ്തത് 48,000 പട്ടയാണ്. ആ 48,000 പട്ടയത്തിൽ ഇതുവരെ വാസയോഗ്യമായ ഭൂമി ലഭിക്കാത്ത പട്ടയങ്ങൾ ആണ് ഭൂരിഭാഗവും ഈ 48,000 ലഭിച്ചത്. 20,000 താഴെ മാത്രമാണ് ഈ വാസയോഗ്യമായ ഭൂമി സർക്കാർ വിതരണം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 10% പോലും ഭൂമി വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ, ഭൂമിയുടെ, അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ വിഷയങ്ങളിൽ പോലും ഒരു മുന്നേറ്റവും നടത്താൻ പറ്റാത്ത സർക്കാർ ഭൗതിക സംവിധാനത്തിലാണ് വലിയ പദ്ധതികൾ നടത്തിയെന്ന് പറയുന്നത് അതുപോലും യഥാർത്ഥത്തിൽ വ്യാജമായ പ്രചരണം മാത്രമാണ്. എനിക്കൊരു അടിയന്തരമായ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് വരാം. PBM ഫർമീസ്, ആനത്തലവട്ടം മാനേജൻ KN ഹരിലാൽ ഇവർ ഉന്നയിച്ച വാദങ്ങൾക്കുള്ള ജോസഫ് വാഴക്കിന്റെ മറുപടി നമുക്ക് കേൾക്കാം ഈ ഇടവേളയ്ക്ക് ശേഷം. വളരെ ചെറിയ ഒരു ഇടവേള. ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് കോൺഗ്രസ് MLA ശ്രീ ജോസഫ് വാഴക്കൻ, CPM-ന്റെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ KN ഹരിലാൽ, വെൽഫെയർ പാർട്ടിയുടെ ശ്രീ PBM ഫർമീസ് എന്നിവരാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, കഴിഞ്ഞ ഇടത് സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികൾ അല്ലെങ്കിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി ഈ സർക്കാർ ചെയ്യേണ്ട അതിന്റെ തുടർച്ച ചെയ്യുകയാണ് ഇത്തവണ ഉണ്ടായത് എന്ന് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. ശ്രീ KN ഹരിലാൽ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഭാഗം ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരാധീനത മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ഒരു അടവാണ് ഈ വികസന പ്രൊജക്ടുകൾ എന്നതാണ്. PBM ഫർമീസും പറയുന്നത് ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. താങ്കൾക്ക് മറുപടി പറയാം. ആദ്യമായിട്ട് പറയട്ടെ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ CPM-ന്റെ നേതാവാണ്, നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത്. KN ഹരിലാൽ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സാമ്പത്തിക വിദഗ്ധനാണ്. അല്ലാണ്ട് പൊതുവായിട്ടുള്ളൊരു ജനറലായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം നിഷ്പക്ഷമായ രീതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന ഒരു സഹയാത്രികനും അദ്ദേഹം അവരുടെ കഴിഞ്ഞ പ്ലാനിംഗ് ബോർഡിലെ മെമ്പറും ഒക്കെ ആയിരുന്ന ആളാണ്. അപ്പം ആ നിലയിൽ അദ്ദേഹം ഒരു നിഷ്പക്ഷമായ വിലയിരുത്തൽ നടത്തുന്ന സാമ്പത്തിക വിദഗ്ധനാണെന്നുള്ള തെറ്റിദ്ധാരണ ഒരു കേൾക്കുന്നവർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എറണാകുളത്തെ കൊച്ചി മെട്രോ അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവർ നടത്താൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ പോയി അന്നത്തെ MP-മാരൊക്കെ പാര വെച്ചു, PPP മോഡൽ വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പച്ചക്കള്ളമാണ്. അത് അദ്ദേഹം ഒരു സാധാരണ മാർക്സിസ്റ്റുകാരൻ്റെ നിലവാരത്തിലേക്ക് വന്ന് സംസാരിച്ചു എന്നുള്ളൊരു ദുഃഖം ഞാൻ ആ കാര്യത്തിൽ പറയട്ടെ. പിന്നെ എറണാകുളത്തെ ജനങ്ങളോട് ആരും പറഞ്ഞിട്ടല്ല സമരം നടത്തിയത്. ഒരു കാര്യം ഞാൻ പറയാം, DMRCക്കും ശ്രീ ശ്രീധരനും ഇത് കൊടുക്കണമെന്ന് തന്നെയാണ് കേരള ഗവൺമെൻറ് താല്പര്യമായിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൊച്ചി മെട്രോ റെയിൽവേ കോർപ്പറേഷൻ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവർ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞത് വലിയ തെറ്റാണെന്നുള്ള വിശ്വാസം ഇന്നും എനിക്കില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ആഗോള ടെൻഡർ വിളിച്ച് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ CVGയുടെ എതിർപ്പല്ല, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ എതിർപ്പുണ്ടാകും CVCയിലെ, അതുകൊണ്ട് അത് ഈ രീതിയിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീധരനും DMRCക്കും ഇതൊന്നും കൂടാതെ കൊടുക്കണമെന്നുള്ള ഒരു മൊത്തത്തിലൊരു ട്രെൻഡ് എല്ലായിടത്തും വന്നു.
ഞങ്ങളുടെ ഗവൺമെൻറ്റിലുള്ള മിക്കവാറും ആളുകൾക്കും അതേ അഭിപ്രായമായിരുന്നു. കാരണം അവർക്ക് നല്ല ട്രാക്ക് റെക്കോർഡുള്ളവരാണ്. ഡൽഹിയിൽ ഡൽഹി മെട്രോ അതിമനോഹരമായി വളരെ വേഗത്തിൽ പണിയുന്നു. ശ്രീധരൻ മലയാളിയാണ്, അതിന് നേതൃത്വം കൊടുത്തയാളാണ്, അദ്ദേഹത്തിനെ ഏൽപ്പിക്കണം. അതൊരു ആഗോള ടെൻഡറിലേക്ക് പോയാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ രാജ്യത്തെ നിയമമാണ് പറഞ്ഞത്. ആ നിയമത്തെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ശ്രീധരനെ ഏൽപ്പിച്ചതും DMRC ഏൽപ്പിച്ചതും. ഇത് മഹാ അപരാധമാണെന്നുള്ള നിലയിൽ ശ്രീ ഹരിലാൽ ഇവിടെ സംസാരിച്ചത് ശരിയല്ല. ആ ഉദ്യോഗസ്ഥന്മാർ അന്നത് പറഞ്ഞു. ആ ഉദ്യോഗസ്ഥന്മാരുടെ എത്ര അഭിപ്രായത്തെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയത്. സത്യത്തിൽ അതിൻ്റെ കൃത്യമായ സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള ടെൻഡർ വിളിക്കേണ്ടത് തന്നെയായിരുന്നു. ഇവർ ഈ പറയുന്ന ആളുകളൊക്കെ നാളുകളിൽ ഏത് കാര്യമെങ്കിലും വന്നു കഴിയുമ്പോൾ പറയും, ഇത് എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല എന്ന് ചോദിക്കും. ടെൻഡർ വിളിക്കണമെന്ന് തന്നെയാണ് രാജ്യത്തെ നിയമം. അതിനെ മറികടന്നുകൊണ്ട് ഇത് നടക്കണമെന്നുള്ള ഒരു ഇച്ഛാശക്തിയിൽ ഗവൺമെൻറ് അത് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും സംയുക്തമായിട്ടുള്ള ഈ പദ്ധതി സത്യത്തിൽ ഇന്ത്യയിലെ വളരെ വലിയ സിറ്റികളിൽ മാത്രമാണ് ആ രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നത്. ഇവിടെ ഡൽഹിയിലും മദ്രാസിലും അങ്ങനെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നത്. അത് കേരളം പോലെ അല്ലെങ്കിൽ കൊച്ചി പോലെ ഇന്ത്യയിലെ മറ്റു മെഗാ സിറ്റികൾ വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയ സിറ്റിയൊന്നുമല്ല കൊച്ചി. ഈ കൊച്ചി സിറ്റിയിൽ കേരളവും സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് ഈ രീതിയിലൊരു പദ്ധതിക്ക് അനുമതി നേടിയിട്ടുള്ളത് തീർച്ചയായും കേരള ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ്. നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇവിടെ ആരും പാര വെക്കാൻ നടന്നിട്ടില്ല, ആരും ഇതിനകത്ത് എതിരുമായിരുന്നില്ല. അതൊക്കെ വെറുതെ പ്രചരിപ്പിക്കുന്ന കള്ളപ്രചരണമായി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇച്ഛാഭംഗം കൊണ്ട് പറയുന്നതാണ്. ഇപ്പം മെട്രോ ഇന്നലെ ഓടുന്ന പടം കണ്ടുകൊണ്ടുള്ള ദുഃഖം കൊണ്ട് സംസാരിക്കുന്നതാണ്. ഞാൻ സ്നേഹപൂർവ്വം പറയാണ്, അത് ഒട്ടും അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങളിത് പൂർത്തിയാക്കിയെന്ന് പറയുന്നില്ല. ഒരു നിമിഷം എനിക്ക് ഇടപെട്ടേ പറ്റൂ. ശ്രീ KN ഹരിലാൽ, അദ്ദേഹത്തിന് താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തോ പ്രതികരിക്കാനുണ്ട്. അദ്ദേഹം കൈപൊന്തിക്കുന്നു. ശ്രീ KN ഹരിലാൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞതാണ്. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതാണ്. ഇതെല്ലാം രേഖകളുള്ള കാര്യമാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൽ നിന്ന്, അതുപോലെ തന്നെ കേരളത്തിലെ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ നിരവധി തവണ കേന്ദ്രത്തിലെ മന്ത്രിമാരെ കാണുകയും അതുപോലെ ആസൂത്രണ കമ്മീഷനുമായിട്ട് ചർച്ച ചെയ്യുകയും അവർ ആദ്യം PPP എന്നുള്ള ആ നിലപാട് എടുത്തെങ്കിലും അവസാനം കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാടിലേക്ക് വരികയും ആസൂത്രണ കമ്മീഷനിൽ നിന്ന് ഇതിന് അംഗീകാരം തരികയും ചെയ്തതാണ്. അതിനുശേഷം ക്യാബിനറ്റ് ലെവലിൽ പോയിട്ടാണ് അത് ടോർപിഡോ ചെയ്തത്. ഇതെല്ലാം രേഖകളുള്ള കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം ഇപ്പോൾ ഈ PPP മാതൃക മാറ്റി വെച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇടപെട്ടുകൊണ്ട്, അതായത് എന്താണോ VS അച്യുതാനന്ദൻ ഗവൺമെൻറ് പറഞ്ഞത് അതിപ്പോൾ പിന്നീട് യാഥാർത്ഥ്യമായല്ലോ. ആ നിലപാടിലേക്ക് ആസൂത്രണ കമ്മീഷനും കേന്ദ്ര ക്യാബിനറ്റും വന്നല്ലോ. അപ്പം നേരത്തെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഈ നിലപാട് വെച്ചപ്പോൾ എന്തുകൊണ്ട് ആസൂത്രണ കമ്മീഷൻ അതുപോലെ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് അതിനെ എതിർത്തു, UP എതിർത്തു? എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ നിലപാടിനോടൊപ്പം നിന്നില്ല? വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ സൂം ഡെവലപ്പേഴ്സിനെ ചൈനീസ് കണക്ഷൻ വെച്ച് ആരാണ് അട്ടിമറിച്ചത്? അവർ തന്നെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത്. സത്യം പറയരുത്. ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി വിഴിഞ്ഞം തുറമുഖം ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി തന്നെയാണ്. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഒരു എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി കൃത്യമായി നടന്നിട്ടുണ്ടോ? അതല്ല ഹരിത ട്രൈബ്യൂണലിൽ ഇടപെട്ട് ഇത് മുടക്കാൻ അല്ലെങ്കിൽ ഇതിൽ തടസ്സം നിൽക്കാൻ പാകത്തിലുള്ള ചില പ്രശ്നങ്ങൾ അതിൽ അവശേഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കരാറുകാർക്കെതിരെ ഹരിത ട്രൈബ്യൂണൽ പൂനെ ബെഞ്ച് ഹസീറ തുറമുഖത്തിന്റെ പേരിൽ 25 കോടി രൂപയുടെ പിഴശിക്ഷ വിധിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഇവിടെ ഒരു എൻവയോൺമെന്റ് സ്റ്റഡി നടന്നിട്ടുണ്ടോ? അതിന്റെ പദ്ധതി നിർവഹണം കൃത്യമായ രീതിയിലാണോ നടന്നിട്ടുള്ളത്? താങ്കളുടെ അഭിപ്രായത്തിൽ? ഇവിടെ കേരളത്തിലെ പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുള്ളൊരു നിലപാട് വിഴിഞ്ഞം പ്രോജക്റ്റിന് അനുകൂലമാണ്. മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് വളരെ മുന്നോട്ട് പോയതാണ്. അവിടെ പരിസ്ഥിതി ആഘാതം പരമാവധി കുറച്ച് കേരളത്തിന് ഗുണപ്രദമായ രീതിയിൽ ആ പദ്ധതി നടപ്പിലാക്കണം, അതിനു വേണ്ടിയിട്ടാണ് ലാൻഡ് ലോഡ് മാതൃകയിലുള്ള പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ വേറെ രൂപത്തിൽ അത് സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടാക്കുന്ന രൂപത്തിൽ അതൊരു റിയൽ എസ്റ്റേറ്റ് സ്വഭാവത്തിലുള്ള ഒരു പ്രോജക്റ്റായി മാറി അഡാനിക്ക് കൊടുത്തു. ആ കരാറിൻ്റെ വിശദാംശങ്ങൾ തമ്മിൽ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും വിഴിഞ്ഞം പ്രോജക്റ്റ്
അത് യാഥാർത്ഥ്യമാവണം എന്നുള്ള നിലപാടാണ്. അപ്പോൾ ഈ പിന്നെ ട്രിബ്യൂണലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കോടതി കേസുകളിൽ പെടുത്തി ഈ പ്രോജക്റ്റിനെ തടസ്സപ്പെടുത്തുന്നതിനോട് അങ്ങനെയുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ തടസ്സപ്പെടുത്തുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിച്ചു. ആനത്തലവട്ടം ശ്രീ ജോസഫ് വാഴക്കൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാം ഈ സർക്കാർ ഒറ്റയ്ക്ക് ചെയ്തു എന്നൊരു ക്രെഡിറ്റ് എടുക്കുന്നില്ല. ഇതെല്ലാം വേഗത്തിലാക്കാൻ ഈ പദ്ധതികൾ ഈ സർക്കാരിന് വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ജനങ്ങൾക്ക് മുന്നിൽ അത് അവതരിപ്പിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പണിയെടുത്തത് കൊണ്ടാണ് ഞങ്ങളത് വിളിച്ചു പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെ ഇടതുപക്ഷ സർക്കാർ തുടങ്ങി വെച്ചതും പിന്നീട് അത് പൂർത്തീകരിക്കുക എന്ന സർക്കാരിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇതെല്ലാം നടന്നതെങ്കിൽ പോലും കൊച്ചി മെട്രോയുടെ കാര്യത്തിലായാലും സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിലായാലും പറഞ്ഞ വാക്ക് പൂർണ്ണമായ അല്ലെങ്കിൽ പോലും ഇത് നടപ്പാക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് കേരള ജനത്തോട് മുന്നിൽ അവതരിപ്പിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ലേ? ഇത്തരം വികസന പദ്ധതികളുടെ ഉദ്ഘാടന വേളകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശരിയാണോ? അല്ല, ഒരു കാര്യം ഇപ്പോൾ അവർ സമ്മതിച്ചല്ലോ, ഈ പദ്ധതികളുടെ എല്ലാം തുടക്കം കുറിച്ചത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. ആ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തുടങ്ങിയതിന് കാലതാമസം, വികസനത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഉടക്കിടലായിരുന്നു UDF. കേരളത്തിൻ്റെ വികസനത്തിൽ ഇവർ 0 ആയിരുന്നു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റുകൾ മാത്രമാണ് ഈ കേരളത്തിൻ്റെ വികസനത്തിൽ ശ്രദ്ധിച്ചുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിൻ മെട്രോയുടെ കാര്യമായാലും ശരി തന്നെ, അതുപോലെ സ്മാർട്ട് സിറ്റി ആയാലും, കണ്ണൂരിലെ എയർപോർട്ട് ആയാലും, വിഴിഞ്ഞ ഹാർബർ ആയാലും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് രൂപപ്പെടുത്തിയെടുത്ത് പണി തുടങ്ങാൻ പോയതാണ്. അന്നെല്ലാം ഉടക്കിടും, അന്ന് ഇതൊന്നും നടന്നുകൂടാ. അത് ഈ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ അതിന് നേതൃത്വം കൊടുത്താണ് എല്ലാ തടസ്സവാദങ്ങളും ഉണ്ടാക്കിയത്. ഇപ്പോൾ ആ തടസ്സവാദങ്ങളെല്ലാം തീർന്ന് പണി തുടങ്ങി വന്നിട്ടും 5 വർഷം കഴിഞ്ഞിട്ടും അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വികസന കാര്യത്തിൽ ഒരിക്കൽ പോലും ഇടതുപക്ഷ മുന്നണി തടസ്സം നിന്നിട്ടില്ല, CPM തടസ്സം നിന്നിട്ടില്ല. ഈ കേരളത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ നേരത്തെ എൻ്റെ വെൽഫെയർ പാർട്ടിയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മാത്രമല്ല, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്ന കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാട്ടിയ താല്പര്യത്തിൻ്റെ 100% താല്പര്യം കാട്ടിയിട്ടില്ല. ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ റബ്ബർ കൃഷിക്കാരൻ്റെ നട്ടെല്ലൊടിച്ച് 240 രൂപ കിട്ടിക്കൊണ്ടിരുന്ന 1 കിലോ റബ്ബറിന് 90 രൂപയിൽ താഴെയായി. നാളികേര കൃഷിക്കാരൻ്റെ അവൻ്റെ കഞ്ഞൂടി മുട്ടിച്ച് തേങ്ങയുടെ കൃഷി തന്നെ തകർത്ത് കളഞ്ഞു. നെൽകൃഷിക്കാരൻ എല്ലായിടത്തും നെൽകൃഷി ഇല്ല, ഉള്ള നെല്ല് പോലും ഉൽപ്പാദിപ്പിച്ച് എടുത്തിട്ട് കാശ് കൊടുക്കുന്നില്ല. അങ്ങനെ കാർഷിക മേഖല, നെൽകൃഷിക്കാരനായാലും നാളികേര കൃഷിക്കാരനായാലും റബ്ബർ കൃഷിക്കാരനായാലും അത് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്, സമ്പത്തിൻ്റെ സ്രോതസ്സാണ്. വ്യവസായ മേഖല എടുത്താലോ, കഴിഞ്ഞ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 30 ലക്ഷം ചെറുപ്പക്കാരാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യുന്നത്, തൊഴിലില്ലാത്തവർ. ഇപ്പോൾ 37 ലക്ഷമായി. ഒരാളിന് പുതിയ തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. IT മേഖലയിൽ പഠിച്ച് നിൽക്കുന്നവർ ഇവിടെ സ്മാർട്ട് സിറ്റി തുടങ്ങിയെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരെല്ലാം ഉടനെ ജോലി കിട്ടുമെന്നാണ്. അവിടെ വന്ന കമ്പനികൾ, എറണാകുളത്തുണ്ടായിരുന്ന 10-100 പേർക്ക് പണി കൊടുത്തിരുന്ന കമ്പനികളൊക്കെ ഇപ്പോൾ സ്മാർട്ട് സിറ്റിക്കകത്തായി. ആ തൊഴിലാളികളെയും കൊണ്ട് അവർ അതിനകത്ത് കയറി. അവിടെ കയറിയ 5 വർഷം ടാക്സ് കൊടുക്കണ്ട, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടും. അതിനപ്പുറം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ ഏത് കമ്പനിയാണ് വന്നതെന്ന് എൻ്റെ സ്നേഹിതൻ ജോസഫ് വാഴക്കൻ പറഞ്ഞാൽ കൊള്ളാം. ശ്രീ ജോസഫ് വാഴക്കൻ, ഈ തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും തൊഴിൽ മേഖലയിലും ഏത് തരത്തിലുള്ള നേട്ടമാണ് നിങ്ങളുടെ ഭരണകാലത്ത് ഈ സംസ്ഥാനത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത് എന്നൊരു ചോദ്യം ഒരു ഭാഗത്തുണ്ട്. മറ്റൊന്ന്, ശ്രീ ആനത്തലവട്ടം പറഞ്ഞതുപോലെ സ്മാർട്ട് സിറ്റി 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഒരു IT കമ്പനിയുടെ കെട്ടിടം, അവിടെ നാട്ടിലെ കമ്പനികൾ വന്നു എന്നതിനപ്പുറം ലോകത്തേക്ക് തുറന്നിടുന്ന കേരളം ഒരു IT ഹബ്ബായി മാറും എന്നെല്ലാം വാഗ്ദാനങ്ങൾക്ക് അടിവരയിടുന്ന ഒന്നും തന്നെ സ്മാർട്ട് സിറ്റിയിൽ ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപവും ഉണ്ട്. ഗോപികൃഷ്ണൻ, ഞാനൊരു കാര്യം പറയാം. ഇപ്പം CPM-കാരുടെ പ്രചരണത്തിന് ഒരാക്കം കൊടുക്കുന്നത് പോലെ ഗോപികൃഷ്ണൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കണമെന്നും കൂടി എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞു ശ്രീ KN ഹരിലാൽ, ഒറ്റ സെക്കൻഡ്, താങ്കൾ നേരത്തെ പറഞ്ഞു CPM-കാരനായ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ KN ഹരിലാൽ ഇടതുപക്ഷ സാമ്പത്തിക വിദഗ്ധൻ. ദയവായി താങ്കൾ നിഷ്പക്ഷമായി ഇതിൽ അവതാരകനായി നിൽക്കുന്ന എന്നെ താങ്കൾ സ്റ്റാമ്പ് ചെയ്യരുത്. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾക്ക് എന്നെ നന്നായി അറിയാവുന്നതാണല്ലോ. അല്ലല്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നതല്ല എന്നോട് ചോദിക്കേണ്ടത്. നിങ്ങളത് കൃത്യമായി കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കി ചോദിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ച് ഇവർ പറഞ്ഞാൽ ഇവർ തുടങ്ങിയത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തത്. സ്മാർട്ട് സിറ്റി ഉമ്മൻചാണ്ടിയുടെ ആശയമായിരുന്നു.
ഉമ്മൻചാണ്ടി കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് കൊണ്ടുവന്നത്. അത് തറക്കല്ലിടാൻ നിശ്ചയിച്ചിരുന്ന ദിവസമാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ തറക്കല്ലിടാതെ അടുത്ത ഗവൺമെന്റിലേക്ക് മാറ്റിവെച്ചു. 5 വർഷക്കാലം തർക്കിച്ച് നടക്കുകയായിരുന്നു. ഈ ദുബായ് ഗവൺമെന്റിന്റെ കമ്പനിയായിട്ടുള്ള ഈ ടീകോം കമ്പനി എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണെന്നും അത് ദുബായ് ഗവൺമെന്റുമായിട്ടൊരു ബന്ധമില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപം പറഞ്ഞ് 5 വർഷം നടന്നതല്ലാതെ അതിനുശേഷം ഒരു കല്ലിന്മേൽ രണ്ടാമതൊരു കല്ല് വെച്ചിട്ടില്ല. അതിൻ്റെ ഭൂമി ആദ്യം എടുത്തതും ഒക്കെ ആ ഗവൺമെന്റ് ആയിരുന്നു. രണ്ടാമത് ഈ ഗവൺമെന്റ് വന്നിട്ട് അച്യുതാനന്ദൻ്റെ ഗവൺമെന്റ് 5 വർഷം തർക്കിച്ച് നിന്നതേ ഉള്ളൂ. ഈ ഗവൺമെന്റ് വന്നിട്ടാണ് വീണ്ടും അവരുമായി സംസാരിച്ച് ധാരണയിലെത്തി. സ്വാഭാവികമായിട്ടും ധാരണയ്ക്കിടയ്ക്ക് പലതരത്തിലുള്ള ചർച്ചകൾ വരും, ചില അഭിപ്രായങ്ങൾ വരും. നടക്കരുതെന്ന് നിർബന്ധമുള്ളവർ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ള നിലയിൽ ഇവിടെ ഡിസ്കഷന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. അവരിവിടെ വന്നു, അവരുമായി ഡിസ്കസ് ചെയ്തു, ധാരണയിലെത്തി. അവിടെ ഞാനും കൂടെ പങ്കാളിയായിരുന്നു, ഞാനും കൂടെ സാക്ഷിയായിരുന്നതാണ് അതിൻ്റെ ആദ്യത്തെ തറക്കല്ലിടിയിൽ. ആ തറക്കല്ലിട്ട് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ആ കാലാവധിയിൽ ഇത്തിരി താമസിച്ചു പോയി പണി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആദ്യ ഘട്ടം പൂർത്തിയായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ആ പുതിയ ഘട്ടത്തിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഒരു ഘട്ടം പൂർത്തിയായി, അതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തിയെന്നേ ഉള്ളൂ. അതിന് പൂർണ്ണമായും പെർഫെക്ഷനായി എന്ന് പറയാൻ ചിലപ്പോൾ 1-2 മാസങ്ങൾ എടുത്തു വന്നിരിക്കും. അവിടെ പുതിയ കമ്പനികൾ വരും. അതൊക്കെ ടീകോം കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ലോകത്തെമ്പാടുമുള്ള ഇത്തരം കമ്പനികളെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അവർ കൊണ്ടുവരും. ആ കമ്പനിയെ അത്ര മോശപ്പെട്ട ഒരു കമ്പനിയായി നമുക്ക് കാണാൻ കഴിയില്ല. ലോകോത്തരമായിട്ടുള്ള അവർക്ക് വളരെ വലിയ IT രംഗത്ത് വലിയ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഈ പുതിയ സംരംഭത്തെ അത് വിജയിപ്പിക്കാനുള്ള സംവിധാനമായിട്ട് അവർ വരും. 1 ലക്ഷം ജോലി കിട്ടുമെന്നുള്ള അൾട്ടിമേറ്റ് ആയിട്ട് അത് ഒരു കാര്യം കൂടി അതുപോലെ തന്നെ ഒരു കാര്യം ഈ നമ്മുടെ പ്ലീസ് ഒരു കാര്യം കൂടി. അതുപോലെ നമ്മുടെ കൊച്ചി മെട്രോയെക്കുറിച്ച് ഹരിലാൽ പറഞ്ഞതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞ ആസൂത്രണ കമ്മീഷൻ സംബന്ധിച്ച്, ആസൂത്രണ കമ്മീഷനുകളാണ് എപ്പോഴും PPP മോഡലിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. ശ്രീ AK ആന്റണിയുടെ വ്യക്തിപരമായ ഒരു സ്വാധീനം കൂടെ വെച്ചുകൊണ്ടാണ് ശ്രീ മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ കൊണ്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ സംയുക്ത സംരംഭമാക്കി മാറ്റിയത്. അതായത് ആസൂത്രണ കമ്മീഷൻ അച്യുതാനന്ദൻ പോയി സംസാരിച്ച് ആസൂത്രണ കമ്മീഷൻ അത് സമ്മതിച്ചിരുന്നതാണ്, അത് കേന്ദ്ര ഗവൺമെന്റ് ടോർപ്പിള വെച്ചതാണെന്നൊക്കെ പച്ചക്കള്ളമാണ്. ആസൂത്രണ കമ്മീഷനുകളാണ് എപ്പോഴും വളരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള നിലപാടെടുക്കുന്നത്. പൊളിറ്റിക്കൽ ജനകീയ ഗവൺമെന്റുകളാണ് അതിനെ മറികടന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ആസൂത്രണ കമ്മീഷൻ സമ്മതിച്ചിരുന്നായിരുന്നു അച്യുതാനന്ദൻ ചെന്ന് സംസാരിച്ചപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരരുത്. അല്ല, എൻ്റെ സ്നേഹിതന് സ്മാർട്ട് സിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ. 5 വർഷക്കാലം ഞാൻ നിരന്തരമായി പ്രചരിപ്പിക്കും. ഒരു കല്ല് പോലും എടുത്ത് വെച്ചിട്ടില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, 2010 ഒടുവിൽ വരെ നിങ്ങളുണ്ടാക്കിയ കരാറ് ക്യാൻസൽ ചെയ്യിക്കാൻ ആ കരാറിൽ തന്നെ ഉറച്ചു നിൽക്കായിരുന്ന ടീകോം കമ്പനി. ആ കരാർ അനുസരിച്ചാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച എറണാകുളത്തോ കോട്ടയത്തോ തൃശ്ശൂരോ മറ്റൊരു IT സ്ഥാപനം വന്നുകൂടാ എന്ന വ്യവസ്ഥ നിങ്ങൾ ഒപ്പുവെച്ചിരുന്നതാണ്. ഇൻഫോ പാർക്ക് അതുകൂടെ അവർക്ക് വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചുണ്ടാക്കിയ വ്യവസ്ഥ അത് മാറ്റിയല്ലാതെ ഒപ്പുവെക്കില്ല എന്ന് അച്യുതാനന്ദൻ പിടിവാശി പിടിച്ചു. അവസാനം അവർ വഴങ്ങി. അതിന് സമയമെടുത്തു. ആ സമയമെടുത്തതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുക്കാൻ വീണ്ടും 1.5 വർഷം താമസിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാര് തന്നെ പിന്നെ വന്നവരുടെ കല്ലിട്ടല്ലേ. അപ്പോൾ താമസത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങളുണ്ടാക്കിയ കരാർ മാറ്റാൻ വേണ്ടി നടത്ത പരിശ്രമത്തിന്റെ ഫലമായി. ആ കരാർ മാറ്റിയില്ലായിരുന്നെങ്കിലോ അച്യുതാനന്ദൻ ഒപ്പിട്ട കരാർ അനുസരിച്ച് 12% ഭൂമി മാത്രമേ അതർ പർപ്പസിന് ഉപയോഗിക്കാൻ ഒക്കൂ. 75 ഏക്കർ ഭൂമി റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് കൊടുക്കാൻ നിങ്ങൾ കരാർ ഒപ്പുവെച്ചു. ഈ സർക്കാരിന്റെ വികസന സമീപനത്തിലെ പിഴവുകളെ കുറിച്ചാണോ താങ്കൾ പറഞ്ഞത്? അതല്ല, ഈ സർക്കാർ വികസന കാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിച്ചില്ല, അതിന്റെ യഥാർത്ഥമായ നടത്തിപ്പിൽ വീഴ്ച പറ്റി എന്നതുള്ളതാണോ താങ്കളുടെ വിമർശനം? ഈ ഗവൺമെന്റ് കാലതാമസം വരുത്തിയല്ലാതെ ഈ സർക്കാർ അവസാനിക്കുന്ന ഒരു കാലഘട്ടം എന്ന നിലയിൽ വ്യാപകമായിട്ടുള്ള ഉദ്ഘാടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതും ഒരിക്കൽ നടന്ന ഉദ്ഘാടനം തന്നെ വീണ്ടും നടക്കണം. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നാളെ 7 ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതിലൊന്ന് ഏറ്റവും അവരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായ കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന്റെ ഉദ്ഘാടനമാണ്. അഴീക്കൽ തുറമുഖത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം ബാബു ഉദ്ഘാടനം ചെയ്തിരുന്നു. ശ്രീ മന്ത്രി ബാബു ഉദ്ഘാടനം ചെയ്ത് 1 വർഷത്തിന് ശേഷം ദൈവം അനുഗ്രഹിച്ചിട്ട് ഒരു കപ്പൽ പോലും അവിടെ ഇറങ്ങിയിട്ടില്ല.
അതേപോലെ പിന്നെ നാളെ ഉദ്ഘാടനം ചെയ്യുന്ന വേറൊരു പദ്ധതിയാണ് അഴീക്കൽ കൈത്തറി ഗ്രാമം, അഴീക്കോട് കൈത്തറി ഗ്രാമം. അഴീക്കോട് കൈത്തറി ഗ്രാമം 1 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ വീണ്ടും ഉദ്ഘാടനം ചെയ്യുക, അവർ വലിയ പദ്ധതികൾ എന്ന് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ഒന്നും തന്നെ ശാസ്ത്രീയമായി പൂർത്തീകരിക്കാതിരിക്കുക. നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പദ്ധതിയും പൂർത്തിയാക്കിയിട്ടില്ല എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. UDF സർക്കാർ അവരുടെ ഏറ്റവും വലിയ അവകാശവാദമായി ഉന്നയിക്കുന്ന ഒരു പരിപാടി, നിങ്ങൾ സർക്കാർ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പരസ്യം ശ്രദ്ധിക്കുക. അതിൽ കണ്ണൂർ എയർപോർട്ട് ഉണ്ട്, കൊച്ചി മെട്രോ ഉണ്ട്, വീണ്ടും പദ്ധതിയുണ്ട്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി. ഈ പദ്ധതി ഒന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഭാഗത്ത് സർക്കാർ അവകാശപ്പെട്ട പദ്ധതി തന്നെ പൂർത്തീകരിച്ചിട്ടില്ല എന്നൊരു വിഷയം ഒരു ഭാഗത്തിരിക്കുന്നു. മറുഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വികസനത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വളരെ കാതലായ സമീപനവുമായി ബന്ധപ്പെട്ട ചർച്ച കൂടെ നമ്മൾ നടത്തണം. ഈ പറയുന്ന ഭൗതിക സംവിധാനങ്ങളെ കുറിച്ചുള്ള ചർച്ച അനിവാര്യമാണ്. അവകാശവാദങ്ങൾ എന്ത് തന്നെയായാലും വിലയിരുത്തേണ്ടത് ജനമാണ്. അതിന് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നുണ്ട്. വളരെയധികം നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ MLA, ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ശ്രീ KN ഹരിലാൽ, ശ്രീ PBM ഫർമീസി ചർച്ചയിൽ പങ്കെടുത്തു. ഇതോടെ ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഇനി കേരള സമിറ്റ് കാണാം. ബൈ, ഗുഡ് നൈറ്റ്.